എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ബന്ധം നിങ്ങൾക്ക് നല്ലതാണോ അതോ ആ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ഹൃദയ ചിഹ്നം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. പാറിപ്പറന്ന് നടക്കുന്ന ഹൃദയ ചിഹ്നം ഒന്നാമത്തെ പൈല് സ്വീകരിച്ചവരുടെ റീഡിങ് നോക്കാം. ഈ ബന്ധം നിങ്ങൾക്ക് നല്ലതാണോ? ആ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളിലേക്ക് പടർന്നു കയറുന്ന ഒരു ബന്ധമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ആ ബന്ധം പ്രദാനം ചെയ്യുന്നുണ്ട്. ആ ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് പിന്മാറാൻ കഴിയുന്നില്ല. കാരണം ആ ബന്ധം നിങ്ങളെ പിന്തുടരുകയാണ്. ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങളെ സദാസമയവും പിന്തുടരുകയാണ്. ചിന്തകളിലും ഒക്കെ പിന്തുടരുകയാണ്. നിങ്ങൾ എത്രത്തോളം വേണ്ട എന്ന് വെച്ചാലും ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നും നിങ്ങൾ മായുന്നില്ല. നിങ്ങളെപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾ എത്ര വേണ്ട എന്ന് വെച്ചാലും ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം മാനസികമായിട്ടുണ്ടാവുന്നില്ല. കാരണം ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾ കീഴടക്കിയിരിക്കുന്നു. ഒരു വ്യക്തിയുടെ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ മനസ്സ് നിങ്ങൾ കീഴടക്കിയതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മായുന്നില്ല, നിങ്ങളിൽ നിന്ന് മറയുന്നില്ല. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ എപ്പോഴും പരസ്പരം അടുത്ത് ബന്ധിതമായിട്ട് തന്നെ നിൽക്കുന്നു. നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിയിൽ നിന്നും മാറിപ്പോകാനോ മാറി ചിന്തിക്കാനോ നിങ്ങൾക്ക് കഴിയുന്നില്ല. എപ്പോഴും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തി ഉണ്ടാകുന്നു. ആ വ്യക്തിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ സമയം കിട്ടുന്നില്ല. നിങ്ങളെക്കുറിച്ച് മാത്രമാകുകയാണ് ചിന്ത. ഇഷ്ടം മനസ്സിൽ അത്രത്തോളം നിങ്ങളെക്കുറിച്ച് നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങളാണ് എല്ലാം എന്നുള്ള ചിന്തയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്മാറാൻ കഴിയുന്നില്ല. നിങ്ങളുടെ മനസ്സിലും ആ വ്യക്തി പിന്തുടരുകയാണ്. മാനസികമായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾ രണ്ടുപേരെയും കിട്ടിയേ തീരും. അല്ലാതെ പിന്മാറാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഒരു കാരണം കൊണ്ടല്ല നിങ്ങളും പരസ്പരം സ്നേഹിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയാണ്. പല കാര്യങ്ങളും നിങ്ങളെ അടുപ്പിക്കുകയാണ്. സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പോവുകയാണ്. നിങ്ങൾ എതിർക്കുന്ന സാഹചര്യങ്ങളുണ്ട്, പക്ഷേ അതിനേക്കാൾ ഉപരി കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് കാണുന്നത്. നിങ്ങൾക്ക് പാറിപ്പറന്ന് നടന്ന് സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും തടസ്സങ്ങളില്ല. ആ വ്യക്തിയുടെ മനസ്സ് ആദ്യം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. മനസ്സ് ആ വ്യക്തി നിങ്ങൾക്കായിട്ട് നൽകിയിരിക്കുന്നു. മനസ്സ് ആ വ്യക്തി നിങ്ങൾക്കായിട്ട് മാറ്റി വച്ചിരിക്കുന്നു. അത് ആ വ്യക്തിയുടെ കണ്ണുകളിൽ നിന്നും മുഖത്തു നിന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു ആ വ്യക്തി. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ആ വ്യക്തിക്ക് ഇനി ഒരു പോക്ക് അസാധ്യമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും മാറിപ്പോകാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങൾ നിറഞ്ഞു നിൽക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. കാരണം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് ഏറ്റവും നല്ല ആത്മാർത്ഥത കൊണ്ടാണ്. അപ്പോൾ ആ വ്യക്തിയുടെ ആത്മാർത്ഥതയെ മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല. നിങ്ങളുടെ മനസ്സിലും ചെറിയ പ്രണയങ്ങളായി പൂവിട്ട് അതൊരു വലിയ പ്രണയമായി മാറിയിരുന്നതാണ്. അല്ലാതെ പെട്ടെന്നുണ്ടായതല്ല, ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല. പതുക്കെയാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അടുത്തത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ വ്യക്തിയെ സ്നേഹിക്കാം. കാരണം ആ വ്യക്തി ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതൊരു വിഷമമായി മാറും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ കഴിയുകയുമില്ല. അടുത്തതായി രണ്ടാമത്തെ പൈലായ ഹൃദയ ചിഹ്നം പൈലായ സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഉറച്ച ഹൃദയത്തിനുടമയാണ് ആ വ്യക്തി. ആ വ്യക്തിക്ക് പ്രണയം തോന്നിയാൽ അത് പ്രണയമാണ്. മരണം വരെ അത് ആ പ്രണയത്തെ മുറുകെ പിടിക്കും. ആ വ്യക്തിക്ക് വെറുപ്പ് തോന്നിയാൽ ആ വെറുപ്പ് മരണം വരെ മുറുകെ പിടിക്കും. അങ്ങനെ ഒരു വ്യക്തിത്വമാണ്. കാര്യങ്ങൾ പലതും മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ മനസ്സിലാക്കണമെന്നില്ല. നിങ്ങളോട് ചിലപ്പോൾ വഴക്കടിച്ചേക്കാം. നിങ്ങളുമായിട്ട് ചിലപ്പോൾ വിയോജിപ്പുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തുറന്നു പറഞ്ഞേക്കാം. പക്ഷേ ബന്ധം, ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയും നിങ്ങളോടുള്ള ഇഷ്ടവും അതിന് യാതൊരു ഭംഗവും വരുന്നില്ല. അത് അതിശക്തമായിട്ട് തന്നെ നിൽക്കുകയാണ്. ആർക്കും ഒരുപാട് പേര് തകർക്കാൻ നോക്കിയിട്ടുണ്ട്. നിങ്ങളെ ആയിട്ടുള്ള പ്രണയബന്ധത്തെ ആ വ്യക്തിയിൽ നിന്ന് തകർത്തെടുക്കാനായിട്ട് ഒരുപാട് പേര് നോക്കിയിട്ടുണ്ട്. പക്ഷെ ആർക്കും സാധിച്ചിട്ടില്ല. കാരണം ഉരുക്കിൻ്റെ ഹൃദയവുമായിട്ടാണ് ആ വ്യക്തി ജീവിക്കുന്നത്. പ്രത്യേകിച്ച്
നിങ്ങളെ അവിടെ വാർത്തു വച്ചിരിക്കുകയാണ് ആ ഹൃദയ ചിഹ്നത്തിൽ. നിങ്ങളുണ്ട് അവിടെ. നിങ്ങളെ വാർത്തു വച്ചിരിക്കുന്ന ഇടത്തുനിന്ന് നിങ്ങളെ മാറ്റിമറിക്കാനൊന്നും ആർക്കും സാധിക്കില്ല. കാരണം ആർക്കും അങ്ങനെ നിങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ വല്ലാത്ത ഒരു ദൃഢതയോടെ അവിടെ നിൽക്കുകയാണ്. വല്ലാത്ത ദൃഢതയോടെ നിങ്ങളവിടെ ഉറച്ചു നിൽക്കുകയാണ്. ഒരിക്കലും ആ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരു മാറ്റമില്ല. കാരണം ആ വ്യക്തിയുടെ മനസ്സിനുള്ളിൽ ഇനി വേറെ ആരെങ്കിലും വന്ന് കയറുകയോ വേറെ ആരെങ്കിലും ആ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുകയോ അങ്ങനെയൊന്നുമില്ല. ഹൃദയത്തിൽ എന്നെന്നും ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നും നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഒരിക്കലും വ്യത്യാസപ്പെട്ടു പോകുന്നില്ല. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉണ്ടാകുകയാണ്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നാണ്. ആരെയും കാണിക്കാനൊന്നുമല്ല. ഒരുപക്ഷെ നിങ്ങളോടുള്ള സ്നേഹം നിങ്ങളോട് പോലും പലപ്പോഴും മുഴുവനായിട്ട് പ്രകടിപ്പിച്ചില്ലെന്ന് വരാം. എന്ന് കരുതി ആ വ്യക്തിക്ക് ഇഷ്ടമില്ലെന്നല്ല. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഇഷ്ടം വഴക്കമുള്ളതല്ല, വളരെ ദൃഢമായി കിടക്കുന്നൊരു ഇഷ്ടമാണ്. നിങ്ങൾക്ക് പലപ്പോഴും ആ വ്യക്തിയുടെ സ്വഭാവം കൊണ്ട് ദേഷ്യം തോന്നാറുണ്ടാവും. കാരണം ആ വ്യക്തി വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ കൊണ്ട് അത് നിങ്ങളോട് തീർക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിൽ നിങ്ങളോട് വഴക്കടിക്കാനുള്ള സ്വാതന്ത്ര്യവും ആ വ്യക്തി എടുത്തിരിക്കുന്നു. അവിടെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. പലപ്പോഴും ആ വഴക്കും വിഷമങ്ങളും നിങ്ങളെയും വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഉള്ളിൽ ഒരു നിഷ്കളങ്ക ഭാവം ആ വ്യക്തിക്കുണ്ട്. നിങ്ങളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളോട് വഴക്കടിക്കാനും നിങ്ങളിൽ സ്വാതന്ത്ര്യം കാണിക്കാനും ഒക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളെ മറ്റാരെങ്കിലും ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതിലാണ് കൂടുതൽ വഴക്കുകൾ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യത. മറ്റാരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുകയോ നിങ്ങളിൽ സ്വാതന്ത്ര്യം എടുക്കുകയോ നിങ്ങൾ മറ്റാരെങ്കിലും സ്വാതന്ത്ര്യം എടുത്തതായിട്ട് ആ വ്യക്തി അറിയുകയോ ഒക്കെ ചെയ്താൽ ആ വ്യക്തിക്ക് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. കാരണം ആ വ്യക്തി വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെ സ്നേഹിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ അപ്പുറത്തേക്ക് മറ്റാരെയെങ്കിലും ഇഷ്ടപ്പെടാനോ സ്നേഹിക്കാനോ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ആ നിറഞ്ഞു നിൽക്കൽ ജീവിത അവസാനം വരെ വേണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അല്ലാതെ ചെറിയൊരു കാലഘട്ടത്തിലേക്കുള്ള പ്രണയമല്ല, ചെറിയൊരു കാലഘട്ടത്തിലേക്ക് ഇഷ്ടമല്ല. എന്നെന്നും നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് എന്നെന്നും നിങ്ങൾക്കൊപ്പം സമയം ചിലവഴിച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു ജീവിതം, അതിൽ മറ്റാരും കൈകടത്തരുതെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നല്ലൊരു ബന്ധമാണ്. നിങ്ങളെ സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ആ സ്നേഹം കൂടിപ്പോയുള്ള ചില കുഴപ്പങ്ങൾ ഒഴിച്ചാൽ ദൃഢമായൊരു ബന്ധമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.